സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്റർ ഓർമ്മയായിട്ട് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അദ്ദേഹത്തിനായി ഒരു സ്മാരകം ഒരുങ്ങുന്നു. രവീന്ദ്രൻ മാസ്റ്റർ ആഗ്രഹിച്ചതുപോലെ ഒറ്റപ്പെട്ട വയോജനങ്ങൾക്ക് ഒരു വൃദ്ധസദനം ഒരുക്കാനാണ് ഭാര്യ ശോഭ രവീന്ദ്രനും സംഗീത പ്രേമികളും ചേർന്ന് തീരുമാനിച്ചത്. മാസ്റ്റർ കാതരമർപ്പിച്ച് ബംഗളൂരുവിൽ സംഘടിപ്പിച്ച സംഗീത പരിപാടിയിലായിരുന്നു ആ പ്രഖ്യാപനം. അതുല്യ ഈണക്കൂട്ടുകൾ ഒരുക്കിയ രവീന്ദ്രൻ മാസ്റ്റർ സംഗീതപ്രേമികളുടെ മനസ്സിൽ ഇന്നും അമരനാണ്. ആ പാട്ടുകൾ മാത്രം മതി മലയാളികൾക്ക് നൂറ്റാണ്ടുകൾക്കപ്പുറവും ഓർമ്മ പുതുക്കാൻ. എങ്കിലും അദ്ദേഹം ബാക്കി വച്ച ചില ആഗ്രഹങ്ങളുണ്ട്. ഭാര്യയോടും അടുത്ത സുഹൃത്തുക്കളോടും മാത്രം പങ്കുവച്ചവ. അതിലൊന്ന് അദ്ദേഹത്തിന്റെ സ്മരണക്കായി യാഥാർത്ഥ്യമാകുന്നു. മാഷിന്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ മാസ്റ്റർ കുറച്ച് പ്രായത്തിന് ശേഷം ഒരു സീനിയർ സിറ്റിസൺ ഹോം, അതൊരു അന്നേ ഞങ്ങളൊരു പേരൊക്കെ ഇട്ട് ആനന്ദഭവൻ എന്നൊരു പേരൊക്കെ ഇട്ട് അന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. അന്നത് നടന്നില്ല. പക്ഷെ ഇപ്പം നമ്മളതിന് നടത്താനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പാലക്കാട് കോങ്ങാട് എന്നുള്ള സ്ഥലത്താണ് നടത്തുന്നത്. ആനന്ദഭവനം എന്നാണ് അതിൻ്റെ പേര്. രവീന്ദ്ര മാസ്റ്റർക്ക് ട്രിബ്യൂട്ടായി ഈസ്റ്റ് കൾച്ചറൽ അസോസിയേഷനും ബംഗളൂരു മ്യൂസിക് കഫേയും ചേർന്ന് സംഘടിപ്പിച്ച സംഗീത പരിപാടിയിലായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. പാലക്കാട് കോങ്ങാടാണ് മാസ്റ്ററുടെ സ്മരണക്കായി വൃദ്ധസദനം നിർമ്മിക്കുന്നത്. ബംഗളൂരു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളികളോടത്തോളം കാലം, മലയാളത്തിൽ പാട്ടുള്ളിടത്തോളം കാലം രവീന്ദ്ര സംഗീതം ഒന്നും ഒരു കാലത്തും അന്യം നിന്ന് പോവില്ല. അതിന് എന്നേ അമരത്വം പ്രാപിച്ച സംഗീതമാണത്.